നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. 23 പാർട്ടികളുടെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. തമിഴ്നാട്ടിൽ സഖ്യം വിട്ടതോടെ DMK ഇന്നത്തെ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട്. യോഗം ചേരാനിരിക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹിയിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പിണറായി വിജയനെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലെ അതൃപ്തി ഇന്ത്യ സഖ്യ യോഗത്തിൽ അറിയിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ബോർഡുകൾ സ്ഥാപിക്കാൻ ആർക്കും കഴിയുമെന്നും ബോർഡുകളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പോസ്റ്റർ ഒട്ടിക്കാൻ എല്ലാവർക്കും കഴിയില്ലേ? പോസ്റ്ററല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കണം. കാര്യങ്ങൾ അതിൻ്റെ നിൽക്കവും പോസ്റ്റർ അതിൻ്റെ നിൽക്കവും അതിൽ കാര്യമൊന്നുമില്ല. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഒരു നിർണായക യോഗം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റ് സഖ്യകക്ഷി നേതാക്കൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ ആരോപണം അടക്കം നിർത്തി കോൺഗ്രസിനെ വിമർശനാത്മകമായി തന്നെ നേരിടാൻ മറ്റ് പാർട്ടികൾ കൂടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിൽസി, ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് അഖിലേഷ് യാദവ് ആയിരുന്നു സംസാരിച്ചത്. ഇതിന്റെ ഓപ്പണിംഗ് റിമാർക്സ് എന്ന രീതിയിൽ മല്ലികാർജ്ജുന ഖാർഗെ ആയിരുന്നു ആദ്യം തുടക്കമിട്ടത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് SIR മൂലം നിരവധി വോട്ടുകൾ, കോടിക്കണക്കിന് പേരുടെ വോട്ടുകളാണ് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. വ്യവസ്ഥാപിതമായ ഒരു തകർച്ചയാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ളവ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെയാണ്. ഇതുവരെ തൊഴിലില്ലായ്മ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. വിദേശ നയത്തിൽ പാടെ തെറ്റുപറ്റിയിരിക്കുകയാണ്. അങ്ങനെ അടിമുടി തെറ്റ് സംഭവിച്ചുകൊണ്ട്, തെറ്റ് വരുത്തിക്കൊണ്ട് പിഴവ് ഒരിക്കലും തിരുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം രൂപീകൃതമായിട്ട് 3 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ BJPയെ മുട്ടുകുത്തിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ബില്ല്, വനിതാ സംവരണ ബില്ല് എന്ന വ്യാജേന ഡീലിമിറ്റേഷൻ കൂടി ഒളിച്ചു കിടത്താനുള്ള ശ്രമം പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് തടഞ്ഞത്. അതുകൊണ്ട് ഈ കൂട്ടായ സഹകരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പരീക്ഷാക്രമക്കേടിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നേതാക്കന്മാർ പറയണം എന്നുള്ളൊരു കാര്യമാണ് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഒരു സംക്ഷിപ്ത രൂപമായി തീരുമാനമായതിനു ശേഷം 2:30 സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ശരി.